ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് നമ്മൾ സാധാരണ ഏത് വണ്ടിയാണ് നമ്മൾ വാഹനം ഓടിക്കുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ വാഹനം സ്വന്തമായിട്ട് വീട്ടിലുണ്ട്. ഒക്കെ അങ്ങനെ വാഹന സംബന്ധമായിട്ട് ഒരുപാട് കാര്യങ്ങൾ, പ്രത്യേകിച്ച് നമ്മൾ ബൈക്ക്, സ്കൂട്ടി, കാറ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഓടിക്കുമ്പോൾ തീർച്ചയായും വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇൻഷുറൻസ്, അതുപോലെ തന്നെ ലൈസൻസ്. ഈ രണ്ട് സംഭവങ്ങളും നമ്മൾ മസ്റ്റായിട്ടും ഈ വണ്ടിക്ക് ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ വണ്ടി എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, ഒരാളെ ഇടിച്ച് അയാൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ കണ്ടമാനം പൈസ നമ്മൾ ചിലവാക്കേണ്ടി വരും, നമ്മളെ സ്വന്തം പൈസ. ഇതിപ്പോൾ ഇൻഷുറൻസ് കമ്പനി തേർഡ് പാർട്ടി ആയാലും ഫുൾ കവർ ആയാലും ബമ്പർ ടു ബമ്പർ ആയാലും അത് അതിൻ്റേതായിട്ടുള്ളൊരു ഇതിന് നമുക്ക് നീങ്ങാൻ പറ്റും. ഇപ്പോൾ തേർഡ് പാർട്ടി ആണെങ്കിൽ നമ്മളൊരാളെ ഇടിച്ച് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് അതിൽ പൈസേൻ്റെ ചിലവൊന്നുമില്ല, അതൊക്കെ നമ്മളെ ഇൻഷുറൻസ് കമ്പനി നോക്കിക്കോളും. ഇനിയിപ്പോൾ നമ്മൾ ബൈക്ക് കുറച്ച് പഴയതാണ്, ഇനി ഫുൾ കവർ കിട്ടില്ല, തേർഡ് പാർട്ടി കിട്ടുള്ളൂ എങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് നമുക്കത് എന്ത് ചെയ്യാം, തേർഡ് പാർട്ടി ഇൻഷുർ നമുക്ക് ഓൺലൈൻ വഴി ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ അതിന് വളരെ കുറഞ്ഞ് നമ്മൾ ഷോപ്പിൽ പോയിട്ട് അതായത് ഈ ഏജൻസിയിലൊക്കെ പോയിട്ട് നമ്മൾ ഇത് ചെയ്യൂലേ, ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ വേണ്ടി, ഇൻഷുറൻസ് വണ്ടിക്ക് എടുക്കാൻ വേണ്ടി ചെന്ന് കഴിഞ്ഞാൽ അവർ പറയുന്ന പൈസ നമ്മൾ കൊടുക്കണം. കാരണം അവരുടെ ഒരു ഫീസ് ഉണ്ടാവും, പിന്നെ അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് കുറേ ഫീകൾ, അങ്ങനെ എന്തായാലും ഒരുപാട് പൈസയാണ്. പക്ഷേ ഓൺലൈൻ വഴിയാകുമ്പോൾ വളരെ കുറഞ്ഞ പൈസയേ അതിപ്പോൾ തേർഡ് പാർട്ടി ആയാലും ഫുൾ കവർ ആയാലും ബമ്പർ ടു ബമ്പർ ആയാലും ഓൺലൈൻ വഴി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പൈസ കുറഞ്ഞ് കിട്ടും. പിന്നെ ഈ ഇൻഷുറൻസിന് വിശ്വസിക്കാൻ പാടില്ല എന്നൊക്കെ പറയില്ലേ, അങ്ങനെയൊന്നും ഇല്ല. ഒരു ഇൻഷുറൻസ് കമ്പനി തുടങ്ങണമെന്നുണ്ടെങ്കിൽ അതിൻ്റെതായ റോളുണ്ട്. അല്ല, വെറുതെ ഞാൻ ഇൻഷുറൻസ് കമ്പനി തുടങ്ങിയെന്ന് പറഞ്ഞിട്ട് ഒരു കുറേ ആൾക്കാർ ഇൻഷുറൻസ് ചേർത്തിനെ കൊണ്ട് കാര്യമില്ല. അത് ഗവൺമെൻറ് അംഗീകരിക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടതിന്. അപ്പോൾ ഞാനിന്നൊരു ഇൻഷുറൻസ് കമ്പനിയാണ് പറഞ്ഞുതരാൻ പോകുന്നത്. ഇതിന് ബെനിഫിറ്റ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇതാണ് ആക്കോ എന്ന് പറഞ്ഞിട്ടാണ് ഈ കമ്പനീൻ്റെ പേര്. ആക്കോ എന്നാണ്. ഗെറ്റ് എ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഓൺ യുവർ ബൈക്ക് ഇൻഷുറൻസ്. ബൈക്ക് ഇൻഷുറൻസ് സ്റ്റാർട്ടിങ് വെറും 538 രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അവർ പറയുന്നത്. അതായത് അത് തേർഡ് പാർട്ടി ആയിരിക്കും കേട്ടോ. ആ തേർഡ് പാർട്ടി ആകുമ്പോൾ 500 സംതിങ് രൂപക്ക് അവർ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. തേർഡ് പാർട്ടി ആകുമ്പോൾ അത്ര മതി, കാരണം തേർഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇൻഷുറൻസ് വേണം, അതുതന്നെ. പിന്നെ ഈസി ഓൺ യുവർ പോക്കറ്റ്, അതായത് വെൻ യു ഇൻഷുർ യുവർ ബൈക്കസ് യു ഓൺലി പേ ഓഫ് ഇൻഷുറൻസ്, നോ ഫീസില്ല, നോ കമ്മീഷനും ഇല്ല. ആ രണ്ടായിട്ടും കുറഞ്ഞ് കിട്ടും നമ്മൾ ഓൺലൈൻ വേ ചെയ്യുമ്പോൾ. അതുപോലെ സ്ട്രെസ് ഫ്രീ ക്ലെയിംസ് ഡ്യൂറിങ് ക്ലെയിംസ് യു ചിൽ ദ, നമുക്കിത് മലയാളത്തിലാണ് വായിക്കാം, പിന്നെ പ്രശ്നമില്ലല്ലോ. സ്ട്രെസ് ഫ്രീ ക്ലെയിംസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, ക്ലെയിം സമയത്ത് നിങ്ങൾ ഞങ്ങൾ തിരക്കിലാണ്, ഞങ്ങൾ സൗജന്യ പിക്കപ്പ് ആൻഡ് ഷോപ്പ് സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. തിരഞ്ഞെടുത്ത നഗരങ്ങളിൽ ചെറിയ ക്ലെയിമുകൾക്കായി ഞങ്ങളുടെ തൽക്ഷണ ക്ലെയിം സെറ്റിൽമെൻറ്റ് പ്രക്രിയയും പ്രയോജനപ്പെടുത്താം. അതായത് പെട്ടെന്നായിരിക്കും അവരുടെ പരിപാടിയൊക്കെ പെട്ടെന്ന് ചെയ്തു തരും എന്നൊക്കെയാണ് അവർ പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇൻസ്റ്റാൻറ്റ് എവരിത്തിങ്, റൈറ്റ് പോളിസി ക്ലെയിം സെറ്റിൽമെൻറ്റ് എവരിത്തിങ് ആൻഡ് പേപ്പർ വർക്ക് നോ ആസിൽ. ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യാനില്ല, പെട്ടെന്നായിരിക്കും എല്ലാ സെറ്റിൽമെൻറ്റും. ഒരുപാട് വെയിറ്റിംഗ് ഒന്നും വരില്ല എന്നാണ് പറയുന്നത്. പിന്നെ 24/7 365 കസ്റ്റമർ സപ്പോർട്ട് ഉണ്ടാവും, കസ്റ്റമർ കെയറിന് സപ്പോർട്ട് ഉണ്ടാവും. അങ്ങനെ നോക്കുമ്പോൾ എല്ലാ കാര്യങ്ങൾക്കും അടിപൊളിയാണ്. മോട്ടോർ ഇൻഷുറൻസ്, കാർ ഇൻഷുറൻസ്, ബൈക്ക്, ഹെൽത്ത് ഇൻഷുറൻസ്, ട്രാവൽ ഇൻഷുറൻസ്, ഇൻ്റർനാഷണൽ ട്രാവൽ ഇൻഷുറൻസ്, ലൈഫ് ഇൻഷുറൻസ്, ടേംസ് ഇൻഷുറൻസ്, ഗ്രൂപ്പ് ഹെൽത്ത് ഇൻഷുറൻസ്, അബ്ബ കാർഡ്, ഇതെല്ലാം ഉള്ളൊരു കമ്പനിയാണ് ആക്കോ എന്ന് പറഞ്ഞിട്ടുള്ളത്. നമ്മളവിടെ അത്ര ഫേമസ് ആവില്ല, നമ്മുടെ കേരളത്തിൽ ഞാൻ ഉപയോഗിക്കാറുണ്ട് കേട്ടോ. ഇതിലാണ് ഞാൻ ഇൻഷുറൻസ്, എൻ്റെ ബൈക്കിൻ്റെയൊക്കെ ഇൻഷുറൻസ് പുതുക്കൽ. ഇതിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് പുതുക്കാനും പറ്റും, കുറഞ്ഞ പൈസയ്ക്ക് നമുക്ക് പുതുക്കാൻ പറ്റും. സ്റ്റാർട്ടിങ് 538 രൂപയുള്ളൂ കണ്ടോ. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഇൻഷുർ ഇല്ലാതെ, അല്ലെങ്കിൽ ഇൻഷുർ പുതുക്കാൻ വേണ്ടിയിട്ടോ ഒക്കെ കഷ്ടപ്പെടുക, അല്ലെങ്കിൽ നിൽക്കുന്നുണ്ടെങ്കിൽ, ആ ടൈം ആയിട്ടുണ്ടെങ്കിൽ, അപ്പോൾ നിങ്ങൾ അവർക്ക് അയച്ചു കൊടുക്കുക, അവരോട് ഇതുകൊണ്ട് പുതുക്കാൻ പറയാം. കുറഞ്ഞ പൈസയ്ക്ക് ഇൻഷുറൻസ് പുതുക്കാൻ പറ്റുമെന്ന് പറയാം. ഇത് പുതുക്കാൻ റിസ്ക് ഒന്നുമില്ല. എൻ്റെ ഒരു പിന്നെ നമ്മളെ ബൈക്കിൻ്റെ നമ്പർ എത്രയാണെന്ന് അടിച്ചു കൊടുക്കുക, KL 50 57. ഇപ്പോൾ നമ്മളിങ്ങനെ ജസ്റ്റ് അടിച്ച് കൊടുത്താൽ തന്നെ അതിൻ്റെ ഇൻഷുറൻസ് എന്താണ് അവസ്ഥ, എന്താ കാണിക്കണം നോക്കട്ടോ. സെലക്ട് ബ്രാൻഡ് മോഡൽ, ഇതിപ്പോൾ നമ്മൾ വണ്ടിൻ്റെ കാര്യങ്ങൾ നമ്മളിതിൽ അടിച്ചു കൊടുക്കണം. ഇതിപ്പോൾ ഞാൻ ഈ നമ്പർ എന്ന് പറഞ്ഞാൽ വെറുതെ നമ്പർ അടിച്ചാണ്. അപ്പോൾ അതുകൊണ്ട് ഈ നമ്പറിൽ വണ്ടി ഏതാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ അതിൽ നമ്പർ അടിച്ചു കൊടുക്കുക, നമ്മുടെ വണ്ടിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് അടിച്ചു കൊടുക്കുക, അത്രയേ ഉള്ളൂ പണി. വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ നമ്മുടെ ഇൻഷുറൻസ് അടക്കാൻ പറ്റും. അതിന് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക കേട്ടോ. ഓക്കെ, താങ്ക് യു.